ബ്ലാസ്റ്റ് ആയിരുന്നു ഉറപ്പായിട്ടും. അത് കണ്ട് ഇത് കണ്ട് അങ്ങനെ കാണേണ്ട പടമേ അല്ല. സോറി തിയേറ്ററിൽ കാണേണ്ട പടം തന്നെയാണ്. ആഘോഷിക്കണം, നേരെ വരാം. തൃശ്ശൂർ പൂരം എങ്ങനെ ഉണ്ടാവും അതേപോലെ ഉണ്ടായി അകത്തും പുറത്തും. നമ്മളെ കൊണ്ട് എങ്ങനെ ആഘോഷിക്കാൻ പറ്റും അത്ര ആഘോഷിച്ചു. ഹാപ്പി, മനസ്സ് നിറഞ്ഞേ പോകണത്. വൈഫൊക്കെ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഷോ വന്നത്. അവള് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ കേരളത്തിൽ, വിജയിന്റെ കേരളത്തിൽ ഇത്ര ആരാധകരുണ്ടോന്ന്. അതേപോലെ ആഘോഷിച്ചു. ഹാപ്പി. ആ ഒരു ഫൈറ്റ് ഉണ്ട്, ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്, ഒരു രക്ഷയില്ല. വിജയ് രണ്ടുപേരും കോമ്പോ അടിച്ചിട്ട് ഒരു ഫൈറ്റ്. ഞാൻ ഇപ്പോൾ അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടാവും പ്രതീക്ഷയില്ല. ഫസ്റ്റ് പടം മൊത്തം വരുന്നത് മമിത വിജയ് ഒരു പേടിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ. പക്ഷെ അവസാനം ഒരു ഫൈറ്റ് ഞെട്ടിച്ച് കളഞ്ഞ്. നമ്മുടെ മമിത വിജയ് ഇത് ആ ഒരു മൈൻഡായി പോയി. അടിപൊളി സിനിമ, ഫാമിലി ആയിട്ട് കാണാം. ഈ എ സർട്ടിഫിക്കറ്റ് അതാണ് ഇതാണെന്ന് കണ്ടിട്ടൊന്നും കാര്യമില്ല. ഫാമിലി ആയിട്ട് കാണേണ്ട പടം. പിന്നെ ഇല്ല, അവസാനം പടം തീരുമ്പോൾ കുറച്ച് പിക്ചേഴ്സ് കാണിച്ച് ശരിക്കും കണ്ണ് നിറഞ്ഞു പോയി. കാണിച്ചാൽ ഇനി ആഘോഷിക്കാൻ പറ്റില്ലല്ലോ. படம் ரொம்ப ரொம்ப சூப்பரா பிளாஸ்டா இருக்கு, செமையா இருக்கு. படம் சூப்பரா இருக்கு. எல்லாருமே வந்து பாருங்க, மறக்காம வந்து பாருங்க. நம்ம சிஎம்காக, நம்ம தளபதிக்காக நம்ம கண்டிப்பா வந்து படத்தை பார்க்கலாம். எல்லாரும் வந்து பாருங்க. தேங்க் யூ. நீ எப்படி நீங்க விஜய் இல்ல ஆக்சுவலா வந்து நான் எஃப்டி ஃபர்ஸ்ட் ஷோ வந்து இன்னைக்கு தான் லைஃப் டைம்ல வந்து ஃபர்ஸ்ட் டைம் பார்க்குறேன். ஏன்னா தளபதியோட லாஸ்ட் படம் வந்து நான் பார்த்தே ஆகணும்னு சொல்லிட்டு ஃபர்ஸ்ட் ஷோ வந்து பார்க்குறேன். நான் வீட்டில் விட மாட்டாங்க. இந்த டைம் வந்து நான் கண்டிப்பாக பார்த்தே ஆகணும்னு சொல்லிட்டு வந்து பார்த்துருக்கேன். இந்த எக்ஸ்பீரியன்ஸ் வந்து ரொம்ப ரொம்ப சூப்பராக இருக்குது. யாரும் மிஸ் பண்ணாமல் வந்து எல்லாருமே பாருங்கள். எல்லா கேரக்டருமே சூப்பராக இருக்குது. ஒவ்வொருத்தருக்கும் என்னென்ன கேரக்டர் கொடுத்துருக்காங்களோ அவங்க எல்லாருமே அந்த கேரக்டர் சூப்பராக செஞ்சுருக்காங்க. நல்ல ஆக்டிங் சூப்பராக இருக்குது. சிஎம்ஐ கண்டிப்பாக மிஸ் பண்ண. எனக்கு லாஸ்ட் அந்த 2 செகண்ட்ஸ் கிளிப்பெல்லாம் பார்த்துட்டு எனக்கு அப்படியே கண்ணில் தனியாக வருது. அந்த எமோஷன் ரொம்ப கண்ட்ரோல் பண்ணிட்டு அப்படியே ஹாப்பியாக வந்து வெளியே டான்ஸ் போட்டு செமையாக கொடுத்துருக்கேன். പടം തൂക്കി മക്കൾ അടിപൊളി ഒരുപാട് ഹാപ്പി. എനിക്ക് രക്തം വന്ന കൊണ്ടല്ല കർമ്മ വന്ന കൊണ്ട് ഒരു അണ്ണനുണ്ട്, അതാണ് നമ്മുടെ വിജയ് സാർ. എന്റെ ജീവിതം മാറ്റി. അടിപൊളി, ഭയങ്കര ഹാപ്പി. പടം അടിപൊളി. എല്ലാവരും വന്ന് കാണുക. പടം സൂപ്പറാണ്. എൻജോയ് ചെയ്ത് പുഞ്ചിരിയായിരുന്നു. എല്ലാവർക്കും കാണാം. ഒരുപാട് ഹാപ്പിയാണ്. പടം അടിപൊളിയാക്കി. ലേറ്റ് ആവും. എന്തായാലും ലേറ്റസ്റ്റ് വരും പറഞ്ഞ പോലെ അടിപൊളിയാവും. ഇനിയിപ്പോ വിജയാനന്ദന്റെ പടങ്ങൾ മിസ് ചെയ്യോ? വിജയാനന്ദന്റെ പടങ്ങൾ ഇനി മിസ് ചെയ്യും. ഞാന് വിജയാനന്ദന്റെ പടങ്ങൾ ഇനി മിസ് ചെയ്യോ? ഭയങ്കര മിസ്സാകും. എന്തായാലും ഇനി മുതൽ ഗ്രാൻഡ് ആകും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഉണ്ണിക്കണ്ണമ്മ ചെയ്യണ്ടമ്മ ഉണ്ണിക്കണ്ണന്റെ ഫോട്ടോ ഫോട്ടോ ഉടൻ തന്നെ വരും. ഞാൻ തിരക്ക് എന്ന് വിളിക്കും. നിങ്ങൾ ഒന്നും നോക്കല്ല, ഒരു ലോജിക്ക് മാങ്ങാത്തൊരു ഒന്നും ദയവേത് നിങ്ങൾ തിയേറ്ററിൽ നോക്കരുത്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അത്ര നല്ല ഗംഭീര സിനിമയാണ്. രോമ എഴുന്നേക്കും, അത് ഉറപ്പാണ്. BGM, അരുണിന്റെ BGM, ജയിലർ കഴിഞ്ഞിട്ടുള്ള BGM കീടിക്കിട്ടുള്ള BGM ആണ്. ധൈര്യമായിട്ട് ഈ തിയേറ്ററിൽ ഈ സിനിമ റിലീസ് ചെയ്യാത്തതിന് കാരണം വ്യക്തമായ സിനിമ തന്നെയുണ്ട്. അദ്ദേഹത്തിന് ട്രാപ്പ് ചെയ്യുന്ന സിനിമയാണ്. എന്തായാലും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ വിജയ് തന്നെയാണ്. തമിഴ്നാട് വേറെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേറെ ഒരാളും വേണ്ട. ഇത് തന്നെയാണ് പടം. നിങ്ങൾ ധൈര്യമായിട്ട് ഒരു ലോജിക്കോ ഒന്നും നോക്കാതെ നിങ്ങൾ തിയേറ്റർ ധൈര്യമായിട്ട് വന്നോട്ട്. ഗംഭീര ട്രീറ്റ്. അതുപോലെ ദേവി എന്ന് ഞാൻ പറയാണ്, ഉണ്ണിക്കുട്ടന്റെ ആ ഷർട്ട് അഴിക്കാനുള്ള ഭാഗ്യം എന്തായാലും വിജയ് സാർ കൊടുത്തതിന് ഞാൻ അവസരം നന്ദി പറയുകയാണ്. എന്തായാലും നമുക്ക് ഇതുപോലെ ഒരു പൂക്കിയ മുഖ്യമന്ത്രി VD സതീശൻ സാറിനും സാധിക്കട്ടെ. ഇതുപോലെ ഗംഭീര മുഖ്യമന്ത്രി ആവാൻ. എന്തായാലും ഗംഭീര ട്രീറ്റാണ്. ധൈര്യമായിട്ട് നിങ്ങൾ തിയേറ്റർ ഒന്ന് കണ്ടോ. വീട്ടിലും പടം ഒരു രക്ഷയില്ല. ഇത് ആദ്യം തമിഴ്നാട്ടിൽ ഭയങ്കര ചർച്ചയാവും. തമിഴ്നാട്ടിൽ ഇന്ത്യയിൽ ചർച്ചയാവും. ഇത് 1000 കോടിക്ക് മുകളിൽ പോകും. എന്തായാലും തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ കളക്ഷനോട് കൂടി ഈ സിനിമ ഗംഭീര വിജയം. ഒരു സംശയമായിരിക്കും. அடிபொலி. ஒரு டான்ஸ் அப்படினாலே தளபதி பத்தி சொல்ல வேணும். எஃபர்ட்லெஸ்ஸா அப்படி ஈஸியா ஒரு பாடிக்கு இப்படி பண்றாரு. ஒவ்வொரு மூமெண்ட் அப்படியே ரசிச்சு பாக்குறோம். கூஸ் பம்ப்ஸா இருந்துச்சு, நல்லா இருந்துச்சு. அந்த ஷோ படம் பிளாஸ்ட் வேற மாதிரி பெர்மனன்ட் சிஎம் 20-25 years next തളപതി. മമിത സൂപ്പർ, ഒന്നും പറയാനില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗായിരുന്നു. മമിതക്ക് ഇത്രേ ഉള്ളൂ. നമുക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് പൊടിച്ചടിക്കും. അത് നമ്മൾ കാണണം. ഈ പടം കണ്ടിരിക്കണം മസ്റ്റായിട്ട്. അത്രയ്ക്കും പെർഫെക്റ്റ് സിനിമയാണ്. നമ്മുടെ രാഷ്ട്രീയം, നമ്മുടെ രാജ്യത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ എടുത്തു കാണിച്ച് ഇന്ത്യയിൽ വിജയമല്ലാത്ത ഒരു നടന് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വിജയ് ഇന്ന് മുഖ്യമന്ത്രിയായി നിൽക്കുന്നത്. ഈ പടം റിലീസിന് ഈ ഇലക്ഷന് മുമ്പ് ലീക്കായിരുന്നല്ലോ. പലരും കണ്ടിട്ടാണ് വിജയ് ഇന്ന് മുഖ്യമന്ത്രിയായത്. വിജയ് അല്ലാതെ ഒരു നടനും ഈ പടം ചെയ്യില്ല. വേണ്ടി
മാസായിരുന്നു മാസ്. പക്ഷെ ഒരു വിഷമമുണ്ട്, ഇനി നമുക്ക് കാണാൻ പറ്റില്ല. ആ വിഷമം മാത്രമേ ഉള്ളൂ. തലപതി ഭയങ്കരമായി. കാരണം വിജയിന്റെ പടം കണ്ട് വളർന്നു വരാം. അവസാനം വിജയ് ഇല്ലെന്ന് വിചാരിക്കുമ്പോ പിന്നെ ഇപ്പൊ ഇലക്ഷന്റെ കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതെങ്കിലും കാണാൻ പറ്റുമല്ലോ. അയ്യോ, അത് പറയാൻ സത്യമായിട്ട് പറയണ്ട. ഒന്നും നടന്നു ചെയ്യില്ല. അതുകൊണ്ടാണ് വിജയ് ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. ഒരു രക്ഷയില്ല. കണ്ട പൈസ വസൂലിന്നല്ല, അതിന്റെ മുകളിൽ നമുക്കൊരു വല്ലാത്തൊരു അനുഭവം കിട്ടും. ഭയങ്കര ഫീലായി. കളറായി അനിൽ മ്യൂസിക് സൂപ്പർ സൂപ്പർ. ലാസ്റ്റ് പടമാണോ? ഇനി വിജയ് സാറിന്റെ പടം ഉണ്ടാവില്ലേ? ഉണ്ടാകാൻ വഴിയുണ്ട്, എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും സംഭവം അടിപൊളി. ഫോട്ടോ വരും. ഒരു രക്ഷയില്ലേ. ആ ഒരു അന്തു ഞാൻ നമ്മുടെ മഹിത വിജയ് തന്നെ ആണോ എന്ന് അതേപോലത്തെ ഒരു ഫൈറ്റ്, കിടിലം ഫൈറ്റ്. അതായത് രാവിലെ 6 മണിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്ന് ചുമ്മാ ഒന്നും ആയില്ല, ആഘോഷിച്ച്.